ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഹായ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാൻഷേട്ടൻ്റെ അമ്മയൊക്കെ ഇന്നലെ വന്നതാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വിരുന്ന് വന്നതാണ് 2 ദിവസം നിൽക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയ വിശേഷങ്ങളൊക്കെയാണ് എല്ലാവരായിട്ടും പങ്കുവെക്കാൻ വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരോടും കാണാൻ പറയും. വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കാണാൻ പറഞ്ഞേനെ കേട്ടോ. അപ്പം ഇനി എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണണേ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു സാധനമൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല, അപ്പം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലല്ലേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണത് എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ചോറൊക്കെ നേരത്തെ തന്നെ ആയിന് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയത് നന്ദമോൾക്ക് ഇന്ന് സ്കൂളില്ലെങ്കിലും ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പോകാനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി അനുസരിച്ചിട്ട് മുറിച്ചെന്നതാണ്. പിന്നെ ഉപ്പേരിക്ക് കുറച്ച് കൊത്തമരുണ്ട്. അപ്പോൾ ഉള്ളിയും വെണ്ടയും ഉരുളക്കിഴങ്ങൊക്കെ വേറെ പാത്രത്തിലിട്ട് വെച്ചിന് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും മുറിച്ചൊക്കെ റെഡിയായിന്. ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കേണ്ട ഒരു പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഷ്ണങ്ങളും കൂടി കുക്കറിലിട്ട് കൊടുക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ, കുക്കറിലിട്ടിട്ട് വേവിക്കലാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ മാറ്റി വയ്ക്കും. അത് പിന്നെ കുറേ കഷ്ണങ്ങളൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഉണ്ടാക്കല്ലോ അല്ലേ. പിന്നെ മുളക് മസാല ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയും സാമ്പാർ ഉണ്ടാക്കും. അത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ ക്യാമറ നോക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗേയ്സ് ഇവിടെ എനിക്ക് ആരും തിന്നാൻ തരില്ല എന്നാണ് കേട്ടോ ആൾ പറയുന്നത്. കുറച്ച് നേരമായിട്ട് പലഹാരം വാങ്ങാൻ പൈസ തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയണുണ്ട് കേട്ടോ, അച്ഛനോട് പോയിട്ട് ചോദിച്ചോന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയും എന്നാലേ അച്ഛൻ തരുള്ളൂ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ സോപ്പിടാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഓരോ തമാശ അതിൻ്റെ ഇടയിൽ പറയുന്നതിനനുസരിച്ചാട്ടോ ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് നിൽക്കണേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പം ചായ കുടിച്ചതാണ് ആൾ. എന്നാലും അത് പോരാ, എന്തെങ്കിലും പലഹാരം വേണം എന്നാണ് പറയുന്നത്. കോളേജൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ കേട്ടോ, ഭയങ്കര വിശപ്പാണ് ആൾക്ക്. അപ്പോൾ എന്തെങ്കിലും തിന്നാൻ എപ്പോഴും എന്തെങ്കിലും തിന്നാൻ വേണം. അപ്പം അത് നടക്കണ ഒരു കാര്യമല്ലല്ലോ എന്നൊക്കെയാണ് ഞാനും അവനോട് പറയുന്നത് കേട്ടോ. അപ്പം ചേട്ടൻ പിന്നെ ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും പറഞ്ഞിട്ട് അവന് പൈസയൊക്കെ കൊടുത്തിട്ടോ. അപ്പം പിന്നെ അവനാൾ പോയി വാങ്ങിയൊക്കെ കൊണ്ടുവന്ന് തിന്നലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നീട് അപ്പോൾ നായ്ക്കുട്ടികളുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. 2 നായ്ക്കുട്ടികളുണ്ടല്ലോ, ഓലെ കാര്യങ്ങളും കൂടി നോക്കണ്ടേ എന്നും. അപ്പോൾ ഇന്ന് ആൾ ഇവിടെ ഉണ്ട്. സ്കൂളൊന്നും കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ട് ആൾ. അപ്പോൾ നന്ദു ട്യൂഷനും പോയിട്ടോ. നന്ദു ഇനി രാത്രിയിൽ വരുള്ളൂ. 9 മണി മുതൽ രാത്രിയിൽ വരെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് പോവുകയാട്ടോ നല്ലത്. നമ്മളെ വീട്ടിൽ നിന്നാലൊന്നും ഒരു പഠിക്കൊന്നുമില്ല. കുറച്ച് നേരം മൊബൈലിലൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയുള്ളൂ. പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടായി നിൽക്കും. അപ്പോൾ ട്യൂഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിലുള്ളവർ നോക്കിക്കോളും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നന്ദു ട്യൂഷനൊക്കെ പോയപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികൾ ഓരോന്നായിട്ട് കഴിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മ വന്നിട്ട് 2 ദിവസമായിട്ടോ. അപ്പോൾ അമ്മ പച്ചക്കറി മാത്രമേ കൂട്ടുള്ളൂ, മീനൊന്നും കൂട്ടില്ല. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ്. കൂട്ടാതെ ഇരുന്നിട്ടുള്ള ആളൊന്നുമല്ല, കൂട്ടേനിട്ടോ. പിന്നെ ഇപ്പം പച്ചക്കറി മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ കറി വെച്ചോന്ന് ചേട്ടൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും അതും ഒരു പച്ചക്കറി പോലെ വെച്ചിട്ട് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും കുറച്ചും കൂടി കഷ്ണം വാങ്ങിക്കൊണ്ടുവരി. എന്നൊരു സാമ്പാർ ഉണ്ടാക്കി നമുക്ക് നാളെ രാവിലെ ദോശയ്ക്കും കൂടി ആക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പോയിട്ട് കുറച്ച് കഷ്ണങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പം കൂടുതൽ കഷ്ണമൊന്നും വേണ്ടല്ലോ, കുറച്ച് കഷ്ണം തന്നെ മതി. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റേതായ ഒരു ശൈലിയിലാട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ പരിപ്പൊക്കെ കഴുകി ഞാൻ കുക്കറിലിട്ടതിന് ശേഷം പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്കൊരു വലിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളെ തീ കത്തിക്കാനായിട്ട് അടുപ്പിൽ കുറച്ച് പോളൊക്കെ വെച്ച് കൊടുത്തിന്. അതൊന്ന് സെറ്റായി കത്തി കൊണ്ട് നിൽക്കണോണ്ട് പുകഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒന്ന് കലക്കി വെക്കുമ്പോഴേക്കുമ്പോൾ അതിൽ കുറച്ച് തീപ്പെട്ടിക്കൊള്ളി എഴുതിയിട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയുള്ള ഓരോ പണിത്തിരക്കിലാണ്. കാരണം അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് ഗ്യാസ് തീർന്നിട്ട് 4-5 ദിവസമായി. അപ്പോൾ അതിനെപ്പറ്റി
ചിന്തിക്കില്ല കേട്ടോ, ഞാൻ ഇപ്പോഴൊന്നും ചിന്തിക്കില്ല. ചേട്ടൻ പറയാണ് കുറച്ച് ദിവസം അവിടെ നിൽക്ക്, സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടോ. പ്രശ്നമില്ല എന്ന് വിചാരിച്ചാലോ നല്ല പ്രശ്നമുണ്ട്. രാവിലത്തെ നമ്മളെ കാര്യങ്ങളൊന്നും തകൃതിയായിട്ട് അങ്ങോട്ട് നടക്കണില്ല കേട്ടോ. കാരണം രണ്ടടുപ്പ് കത്തിച്ചാൽ ഈ രണ്ടടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നും വെന്ത് കിട്ടിയതിൻ്റെ ശേഷം മാത്രമല്ലേ അടുത്തത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ആകുമ്പോൾ പിന്നെ ഞാൻ ഗ്യാസിൻ്റെ 3 അടുപ്പും കത്തിക്കും, നമ്മൾ അടുപ്പ് 2ഉം കത്തിക്കും, സാധാ വിറകടുപ്പും 2ഉം കത്തിക്കും. അപ്പം ടോട്ടൽ നമുക്ക് 5 അടുപ്പാണ് രാവിലെ ഇവിടെ കത്തുക. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനും നമുക്ക് കുഴപ്പമില്ല. കേട്ടോ പോണവർക്ക് ആ പോകണ സമയമാകുമ്പോഴേക്ക് എല്ലാം റെഡി ആവും ചെയ്യും. പിന്നെ പണിയും പെട്ടെന്ന് കഴിയാനിട്ട്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും പണി പെട്ടെന്ന് കഴിയാത്ത പോലെ ആയിട്ട് 2 ദിവസമായിട്ട് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ പകലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് നല്ലൊരു ബ്ലാക്ക് കളറായി വന്നതാട്ടോ. നമ്മളെ ഫോണിന് കുറച്ച് ദിവസമായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ അത്, ഇങ്ങനെ കളർ ചേഞ്ച് വരൽ. അപ്പോൾ എന്താണെന്നറിയില്ല, അതിനി അങ്ങനെ തന്നെ പോവട്ടെ. അത് ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചൊക്കെ ചെയ്തപ്പോൾ ഓല് പറയണത് ഇപ്പോൾ വർഷം 1 കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഫോൺ പീഡിയയിൽ കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം, ഫോൺ നന്നാക്കണ പീഡിയയിൽ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ, നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്ന് യാതൊരു അറിവും കിട്ടണില്ല. അപ്പോൾ അതാ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച്. പിന്നെ ചേട്ടാ അതിന് കുറച്ച് കൊത്തമര ഉള്ളത് അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് കൈക്ക് തീരെ സുഖമില്ല, എൻ്റെ കൈക്ക് ഊനിനൊരു പഴുപ്പൊക്കെ വന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അപ്പം എവിടെ തട്ടിയാലും വേദന കേട്ടോ. എന്നാലും അതൊന്നും നമ്മൾ വക വെക്കാതെ അടുക്കളയിൽ പണിയായാലും തിരുമ്പലായാലും അടിച്ചു വാരലും തുടക്കലും ഒക്കെ നമ്മളത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടെന്ന് വെച്ചിട്ടൊന്നും ഞാൻ നിൽക്കൂല കേട്ടോ. കൈയൊക്കെ നല്ല വീങ്ങീന്, നമ്മളെ വലത് കൈയിൻ്റെ നടുവിരലിന് നല്ല പഴുപ്പായി പോയിട്ടോ. അത് ഇനി എങ്ങനെ മാറി കിട്ടുന്നൊന്നും അറിയില്ല. ചേട്ടൻ എന്നും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വെക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഇല്ലയെന്ന് പറയാം കേട്ടോ. പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ പണി നടക്കലൊരു കണക്കായി മാറും. ആശുപത്രിയിൽ പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് വരാമെന്നൊന്നും വിചാരിച്ചാൽ വരാൻ പറ്റിയ സമയമൊന്നുമല്ലല്ലോ. അപ്പം ഞാനില്ലയെന്ന് പറയാം. ഇപ്പം എന്നോട് പറയാനുണ്ട് വന്നിട്ട് കറിയൊക്കെ വെക്കാം, ഈ പോര് പറഞ്ഞപ്പം പിന്നെ ഞാൻ അതിനൊന്നും നിൽക്കില്ല കേട്ടോ. നിൽക്കില്ല എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും പണി കഴിയാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇനി മാറും എന്ന് വിചാരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഉപ്പിട്ട് വെച്ച് കൊടുത്താൽ കൈ മാറും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കൊരു ഊനുപഴുപ്പൊന്നും അല്ല കേട്ടോ. അപ്പം ഞാനിതാ മീൻ മുറിച്ച് 2 മുറിച്ച് കഴുകി വെച്ചപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാവില്ല, തികയൂല, ഒരു 2 കൂടി എടുത്ത് മുറിക്കട്ടെ എന്ന് വിചാരിച്ചതാട്ടോ. ഇത് നായ്ക്കുട്ടികൾക്കുള്ള കറിയാണേ. അപ്പോൾ അവർക്ക് ഇന്ന് സാമ്പാറൊന്നും കൂട്ടിയാൽ ഒരു ചോറ് തിന്നില്ല കേട്ടോ. അപ്പം നമ്മളെ വിശപ്പ് മാത്രം മാറ്റിയിട്ടൊന്നും കാര്യമില്ല, ഓരോ വിശപ്പും കൂടി മാറണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ അയല കൊണ്ടുവന്നിന് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു 2-3 എടുത്ത് കറി വെക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കലക്കി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് അതൊക്കെ ഒന്ന് കലക്കി അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണേ. അപ്പം എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കറി വെക്കാൻ വേണ്ടി നിന്നതാട്ടോ. കൈക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം സാവധാനത്തിലാണ് പോണത്. ഇന്ന് ഉച്ചയൊക്കെ ഏകദേശം ആയി തുടങ്ങി കേട്ടോ. ഈ കറിയൊക്കെ ഇനി എപ്പോഴാണ് ആവാന്നൊന്നും യാതൊരു ഇതുമില്ല എനിക്ക്. അപ്പം ചേട്ടൻ പറയുന്നുണ്ട് സമയം വൈകി എന്ന് പറയേണ്ടത്. ഞാൻ പറയാണ് ഗ്യാസും ഇല്ല ഒന്നാമത്, പിന്നെ ഈ കൈ അവിടെയും ഇവിടെ തട്ടാതൊക്കെയാണ് ഓരോന്നും ചെയ്യുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആളും കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഇന്നും പണിയൊന്നും ഇല്ല, ഇന്നലെയും പണിയൊന്നും ഇല്ല. അപ്പോൾ ആൾ വീട്ടിലുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളെ കൈക്ക് കുറച്ചൊരു റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് ഞാനും വിചാരിച്ച്. അപ്പം 2 അടുപ്പിലും കൂടി ആഞ്ഞ് കത്തിക്കുകയാണ് കേട്ടോ. ചില സമയത്ത് അടുപ്പ് കത്തണമില്ല, കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീപ്പെട്ടി ഒരതിയിട്ടെടുത്ത് മടുക്കുകയാണ് കേട്ടോ. പണ്ടത്തെ പോലെ നമുക്ക് മണ്ണെണ്ണയൊന്നും ഇപ്പോൾ വല്ലാതെ കിട്ടാത്തതുകൊണ്ട് തന്നെ തീപ്പെട്ടിക്കൊള്ളിയും കടലാസും വെച്ചിട്ടുള്ള കത്തിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചേരിയും ഉഴുന്നൊക്കെ എടുത്തിട്ട് ആൾ കഴുകുക കേട്ടോ. എൻ്റെ കൈ തട്ട് അതാണ് പഴുപ്പുള്ളത്. അപ്പോൾ കഴുകണത് എന്താണെന്ന് വെച്ചാൽ രാവിലത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ കഴുകി വെക്കണത്. ഈ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്ക് ഈ അരിയൊന്നും പുതർന്ന് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആളത് വേഗം കഴുകിയൊക്കെ സെറ്റാക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ച സത്യമായിട്ട് ഞാൻ മറന്നും പോയിന് അത് വെള്ളത്തിലിടാനായിട്ട്. അപ്പം ചേട്ടാ അത് ഓർമ്മ വെച്ച് ചെയ്യുക കേട്ടോ. അതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോളൂ. അപ്പോൾ അതൊക്കെ ഒരു സ്ഥലത്തേക്ക് ആക്കി വെച്ചിട്ട് അതിന് കുറേ നേരം കഴുകിയിട്ടൊക്കെയാണ് പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണത് കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ അതൊക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ റെഡി ആവണതിനനുസരിച്ച് ഓരോന്ന് അടുപ്പത്തേക്ക് ചെയ്ത് കൊടുക്കണ്ടേ.
അപ്പോൾ കത്തണില്ല എന്ന് പറഞ്ഞാൽ കത്തില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ മരം കത്തുമ്പം ലേശം ഒരു പച്ച ഉള്ളതുകൊണ്ട് തന്നെ ഇത് വാങ്ങുമ്പോൾ നല്ല പച്ച വിറകാണ് വാങ്ങിയത്. അപ്പോൾ അത് വെയിലത്തൊന്നും ഇട്ട് ഉണക്കാൻ പറ്റിയിട്ടില്ല അന്ന് മഴയൊക്കെ ആയപ്പോഴേ. അപ്പോൾ അത് അവിടെ തന്നെ കിടന്ന് നീരൊക്കെ വറ്റിയതാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കത്തുമ്പോൾ നല്ലോണം അങ്ങോട്ട് കത്തും, കെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തൂല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാട്ടോ. അപ്പോൾ ഊതി ഊതി കണ്ണെന്നൊക്കെ വെള്ളം വരൽ തുടങ്ങിയിരുന്നു സത്യം പറയിച്ച. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഗ്യാസ് ഇല്ലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണത് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാനും വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല ഗ്യാസുമ്മിലേക്കൊന്നും. ഇപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടോ. ഗ്യാസില്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ലേ, അങ്ങനെ അങ്ങോട്ട് ജീവിക്കാനൊക്കെ പഠിക്കണം. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഒത്തു പോകാൻ പഠിക്കണമല്ലോ അല്ലേ. അപ്പം ഗ്യാസ് ഇല്ലയെന്ന് വെച്ചിട്ട് വലിയ വിഷയം ഇല്ലെങ്കിലും ഗ്യാസ് ഉണ്ടാകുമ്പോൾ അതൊരു ഭയങ്കര ആശ്വാസമാണ്, സത്യമായിട്ടും ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ കറി അങ്ങോട്ട് ആയപ്പോൾ ഞാനും നായ്ക്കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മോനോട് പറഞ്ഞിട്ടോ. മോനതങ്ങോട്ട് ചോറൊക്കെ കൊടുത്ത് റെഡിയാക്കിക്കോളും. അപ്പം എന്തായാലും ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ. കൊത്തമര അരിഞ്ഞ് വെച്ചിന് ചേട്ടൻ, അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് 2 പച്ചമുളകൊക്കെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊത്തമരേൻ്റെ ഉപ്പേരി എനിക്ക് നല്ല ഇഷ്ടമാണ്. ബാക്കി എല്ലാ ഉപ്പേരിനും കാട്ടിയും ഇതിനോട് ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചതാണ്, കാരണം ഗ്യാസ് ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ കൊത്തമരേൻ്റെ ഉപ്പേരി ചേട്ടനും മക്കൾക്കും ഒക്കെ വലിയ താല്പര്യമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അത് വേഗം കടുകൊക്കെ ഇട്ടെടുത്ത് പൊട്ടിച്ചിന്. ഇനി വേഗം അതൊന്ന് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അടുപ്പത്ത് സൂപ്പറായിട്ട് കത്തണ വിറകായതുകൊണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നല്ലൊരു ഉണങ്ങിയ വിറകെടുത്ത് വെച്ച് കൊടുത്തപ്പോൾ അടുപ്പത്ത് വെക്കണത് ഒരു സുഖമായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയും ചെയ്തു, ഓരോന്നായിട്ട് ഇങ്ങനെ വേഗം റെഡി ആകുമ്പോൾ വെച്ച് കൊടുത്താൽ പിന്നെ വേഗം ആയിക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പം ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ അരിഞ്ഞ് തന്നോണ്ട് എനിക്ക് സുഖമായില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അത് അരിഞ്ഞ് കുത്തിരിക്കണ്ടേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് വേഗം പണി കഴിയുക. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടല്ലേ ഇതിപ്പോൾ ഉണ്ടാക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പകലിപ്പം ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടായാലും ചോറൊക്കെ തിന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല, ഇതന്നെ വേണം അതന്നെ വേണം അതുണ്ടാക്കി തിന്നണം അങ്ങനെയൊന്നുമില്ല. എമ്പൊക്കെ അതൊക്കെ ഒരു നാക്കിൽ ചെയ്യാനറിയാം. അപ്പോൾ ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താലും എനിക്ക് ഇവിടെ വീട്ടിലേക്ക് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കൽ അങ്ങനെയൊന്നുമില്ല. കൊണ്ടുപോകണവരെല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കും. വീട്ടിൽ നിൽക്കണമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തിന്നാലോ. കൊണ്ടുപോകണവർക്ക് ഇപ്പോൾ അത് പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കി, അതിലേക്ക് പപ്പടമൊക്കെ ഉണ്ടാക്കി, പിന്നെ ഇന്ന് രാവിലെ ചോറുണ്ടാക്കിനി. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ കറി ഉണ്ടേനി. അപ്പോൾ നന്ദുമോൾ ഇന്ന് ചോറും ചിക്കൻ കറിയും കൊണ്ടുപോയി. അവൾ 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അതും കൊണ്ടുപോയി. ഒക്കെ ഈ അടുപ്പത്തുണ്ടാക്കിയ കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഗ്യാസ് ഇല്ലാത്ത ഒരുപാട് വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഓരൊക്കെ ജീവിക്കില്ലേ, അങ്ങനെ ഒരു തോന്നലും എൻ്റെ മനസ്സിലടക്കി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ടെൻഷനൊക്കെ കണ്ട് പോയിക്കോളും. അപ്പോൾ ഞാൻ ഈ കൊത്തമരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാട്ടോ. കാരണം അടി കരിയാതെ ഒന്ന് വെന്തോട്ടേ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്. പിന്നെ അത് ഒരു കരിച്ചിൽ പോലെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്തോളും. അപ്പോൾ ഇത് നല്ലോണം വേവണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കടിക്കണ മാതിരി തോന്നും. അപ്പോൾ നല്ലോണം വേവട്ടെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇളക്കിയൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത്. പിന്നെ ഇനി ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഒന്നിട്ടാൽ സൂപ്പർ ഉപ്പേരി ആവട്ടുമ്പക്ക്. അപ്പോൾ അത് അടുപ്പത്ത് അവിടെ ഒന്നും കൂടി വറ്റുണ്ട് വെള്ളം. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചീനച്ചട്ടിയിലൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. അപ്പോഴേക്ക് എനിക്കൊരു ഫോൺ വന്നിട്ടോ. ഫോൺ വന്നപ്പോഴേക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്ക് വെളിച്ചെണ്ണൊക്കെ കരിഞ്ഞ് ചീനച്ചട്ടീൻ്റെ കളറൊക്കെ മാറിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ ആ ഉണക്കലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മാന്തുണക്കലാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് പോയതാണ്, എനിക്കിതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല. പെട്ടെന്നൊരു പാത്രം തുറന്നു നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ മുളകൊന്നും തേച്ചിട്ടല്ല കേട്ടോ പൊരിച്ചെടുക്കുക, ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ പൊരിക്കൽ. അപ്പോൾ ഇത് ഇങ്ങനെ പൊരിക്കുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കൊത്തമരേൻ്റെ ഇതിൽ കുറച്ച് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കണൊക്കെ എൻജിയറിനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇത് അമ്മ വന്നുകൊണ്ടൊക്കെ കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത്, സത്യം പറയാച്ചാൽ. അല്ലെങ്കിൽ ഇതൊന്നും കാര്യമായിട്ടും വാങ്ങൂല. അപ്പം നമ്മൾ കുക്കർ വിസിലടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തിളച്ച് ആവിയൊക്കെ പോക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ അതിലേക്ക് വെണ്ടയ്ക്കും തക്കാളി ഇട്ട് കൊടുത്താട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല, ഇനി അലിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. അത് തിളപ്പിക്കാൻ വെച്ചിട്ടോ തീ കെട്ട് പോയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് ഞാനിട്ടോ ഊതി എന്താ പറയുക, പണ്ടൊക്കെ നമ്മളെ അടുക്കളയിലൊക്കെ ഊതി കത്തിച്ച ഓർമ്മ എപ്പോൾ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വെറും ചോറ് വെക്കാൻ മാത്രമല്ലേ അടുപ്പത്ത് കത്തിക്കലുള്ളൂ. പിന്നെ കറിയൊക്കെ ഇടയ്ക്ക് വെക്കൂട്ടോ അടുപ്പത്ത്, അത് വേറെ കാര്യം. ഗ്യാസ് ഉണ്ടെങ്കിലും ശരി, ഇടയ്ക്ക് അടുപ്പത്ത് ചട്ടിയിലൊക്കെ കറി വെക്കാനൊക്കെ പൂതി തന്നെയാണ്. പിന്നെ കണലുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കലും ഉണ്ട് കേട്ടോ. ഗ്യാസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് മാത്രമൊന്നുമല്ല ഉപയോഗിക്കൽ.
ഇങ്ങനെ അടുപ്പൊക്കെ ഉപയോഗിക്കൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വിഷയമില്ല. അപ്പം ഞാൻ വേഗം ഉപ്പേരി ആയപ്പോഴേ ഉപ്പേരി വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാട്ടോ. ഇനി ആ ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അവിടേക്ക് തക്കാളിയും വെണ്ടയ്ക്കും വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പം ചേട്ടൻ പറയും ചെയ്തിട്ടോ, തേങ്ങ ഞാൻ വറുത്തരാം, എൻ്റെ കൈ കൊണ്ട് ഇളക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറയും ചെയ്തു, നിങ്ങൾ എന്നാൽ ഇളക്കണം കേട്ടോ. കുറച്ച് ഞാൻ ഇളക്കിക്കൊണ്ട് പിന്നെ നിങ്ങളൊന്ന് മീഡിയം സൈസ് ഒരു വറവായി വരുമ്പോൾ ഒന്ന് മാറി തന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞ്. അപ്പം ചേട്ടൻ എന്തായാലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ മടക്കുത്തി ഉഷാറായി വരുന്നുണ്ട്. ഈ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചോ, എന്നാൽ കുറേ പണിയുണ്ട്, കുറഞ്ഞ് കിട്ടുമ്പോൾ ചോറൊന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പണി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കാന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വെളിച്ചെണ്ണ നല്ല തിളച്ച് വന്നപ്പോഴേ ഇട്ട് കൊടുക്കുക കേട്ടോ, തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ. ഈ തേങ്ങയിലിപ്പം കുറച്ച് ഉലുവി, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിൽ ഞാൻ പച്ചമുളകൊക്കെ ഇടലുണ്ട്, പക്ഷേ പച്ചമുളക് ഞാൻ ഇന്ന് ഇട്ടില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കാത്തത് എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാതെ അതിനെ ഒഴിവാക്കിയത്. ഇവിടെ എരിവ് വല്ലാണ്ട് ഇഷ്ടമില്ല, പിന്നെ നമ്മൾ അറിഞ്ഞും കൊണ്ട് അത് വല്ലാണ്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ. അബിക്കൊന്നും തീരെ എരിവ് ഇഷ്ടമല്ല, നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വറക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് സാമ്പാർ ഉഷാറാക്കി തന്നെയാണ് വെക്കണത്, പടു സാമ്പാറൊന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാക്കണം. പിന്നെ അതാ കുറച്ച് കായ ഇട്ട് കൊടുക്കണം കേട്ടോ. കായ ഇടാതെ പിന്നെ എന്ത് സാമ്പാറല്ലേ. അപ്പോൾ കുറച്ച് കായ കേട്ടോ, എല്ലാവർക്കും വല്ലാതെ ഒന്നും പള്ളയ്ക്കൊന്നും പറ്റൂല, എന്നാലും കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ മെല്ലെ ആയിട്ട് ഇളക്കുന്നത്, കാരണം അടുപ്പത്ത് നല്ല കണലുണ്ട് കേട്ടോ, അടുപ്പിൽ നല്ല കണലുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം പാത്രം കഴുകാൻ നിന്നപ്പോൾ അഞ്ചേട്ടൻ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ പാത്രം കഴുകാതെ നിൽക്കണം, നിങ്ങൾ വേഗമായിട്ട് പാത്രം കഴിക്കോളി എന്നൊക്കെ എന്നോട് പറയണേ. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകാൻ എടുത്തന്നപ്പോൾ അത് സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചേട്ടൻ ഏതായാലും നല്ല ഉഷാറായിട്ട് വറക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാകുമ്പോൾ കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്യും. പിന്നെ ഒന്നാമത് അതല്ല, നല്ലോണം നേരം വൈകിന്, കാരണം ഇതൊക്കെ നമുക്ക് അടുപ്പത്തായി വരുന്നോണ്ടേ നല്ല നേരം വൈകിന്. അപ്പം അഞ്ചേട്ടൻ ഏകദേശം കളറാക്കി എടുത്തിട്ടോ. ഇനി ബാക്കി കളറ് ഞാനാക്കട്ടെ എന്ന് വിചാരിച്ച്, ചിലപ്പോൾ ഇനി അഞ്ചേട്ടനത് വറവ് ഏതാണെന്ന് അറിയാതെ കരിഞ്ഞു പോയാലോ വിചാരിച്ചപ്പോൾ ഞാൻ ആ ഊഴം അങ്ങോട്ട് ഏറ്റെടുത്തതാട്ടോ. അപ്പോൾ ഞാനത് വറുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സെറ്റായിന് കേട്ടോ, നല്ല അടിപൊളി വറവായിന്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഇന്ന് എല്ലാവരും വോയിസ് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മളെ പുറത്ത് നായ്ക്കുട്ടികൾ ഭയങ്കര കുരയാണ്, ഏത് നേരം കുരയാട്ടോ. ഇവിടെ റോട്ടുമ്മ കൂടിയൊക്കെ ആൾ പോകണുണ്ടാലൊക്കെ കുരയ്ക്കല, അതുകൊണ്ട് തന്നെ പൂച്ചേനെ കണ്ടാൽ കുരയ്ക്കും. അതുകൊണ്ട് ഭയങ്കര സൗണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും വോയിസ് ഇതിൽ ഉൾപ്പെടുത്താട്ടോ, എല്ലാവരും നല്ല വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഉൾപ്പെടുത്താത്തത്. അപ്പം വിചാരിക്കേണ്ട ഞാൻ മാത്രം, എൻ്റെ സൗണ്ട് മാത്രമാണല്ലോ കേൾക്കണതെന്ന്, അതുകൊണ്ടൊന്നുമില്ല. അപ്പം നമ്മൾ തേങ്ങ വറുത്തത് അങ്ങോട്ട് ഇറക്കി വെച്ച് ഇനി അതൊന്ന് ചൂടാറാതെ മിക്സിയിലിട്ട് കൊടുക്കാൻ പറ്റൂല. കുറച്ച് വെള്ളം വെച്ചിട്ടോ, അടുപ്പ് ഏതായാലും നല്ല വിറകാ. അപ്പോൾ ചോറ് എന്തായാലും വൈകുന്നേരത്തേക്ക് വേറെ വേണം. അപ്പം നമ്മളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് നല്ലോണം കിടന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്താൽ ചോറ് വെക്കൽ വലിയ റിസ്ക് ആയിട്ടൊന്നും നമുക്ക് തോന്നൂല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുത്തിന്. ഇത് ചൂടാറ്റി കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ചൂടാറാതെ മിക്സിയിലിട്ട് കൊടുത്താൽ നമ്മളെ മിക്സി നമുക്ക് തൊടാൻ കഴിയില്ല, ആ ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറ് സെറ്റായിന് കേട്ടോ, നല്ലോണം മൊരിഞ്ഞ് അടിപൊളിയായിന്. ഇനി ഇത് ഒന്ന് അരയ്ക്കേണ്ട താമസം, ഒരു 2 കറങ്ങൽ കറങ്ങിയാൽ ഇത് സൂപ്പറായിട്ട് അരിഞ്ഞിട്ടു കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് മിക്സിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചെറിയ ജാറിന് നല്ലൊരു മൂർച്ചുള്ളതുകൊണ്ടൊക്കെ തന്നെ സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടും തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അരിയലും ഉണ്ട് കേട്ടോ. അപ്പം അഞ്ചേട്ടൻ പറയുന്നുണ്ട്, ഈ വലിയ ജാറിലിട്ട് അരച്ചോ, ഏതായാലും സമയം വൈകിയില്ലേ, വേഗം ആയിക്കോട്ടെ എന്നിങ്ങനെ പറയണ്ടേ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, ഇതിൽ 2 വട്ടം അരച്ചാലും നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെ മൂടിക്കൊക്കെ കുറച്ച് ലൂസായി തുടങ്ങിയോണ്ടേ വേഗം പുറത്തേക്ക് ചാടും വെള്ളമൊക്കെ. അപ്പോൾ ഞാൻ ഒരു തുണി കൂട്ടി പിടിച്ചിട്ടാട്ടോ അരയ്ക്കണത്. ഇത് നമ്മളെ കുടിയിരിക്കലിന് കിട്ടിയ മിക്സിയാണ്. അപ്പം 5-6 വർഷമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജാറിൻ്റെ മൂടിക്കൊക്കെ ഇത്തിരി കംപ്ലൈൻറ്റ് ഉണ്ട്. ജാറിനൊന്നും മൂർച്ചയ്ക്ക് കുറവും കാര്യമൊന്നും വല്ലാതില്ല. അപ്പോൾ ഞാൻ വേഗം സെറ്റാക്കി അരയ്ക്കാൻ നിന്ന്. അരച്ചൊക്കെ കഴിഞ്ഞിട്ടോ, 2 അരക്കിൽ അരച്ചപ്പോഴേക്ക് സംഭവം സെറ്റായി. വേഗം കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. കറിയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മളെ വീഡിയോ പിടിക്കുന്ന ആൾ അനീഷേട്ടനാട്ടോ. വീഡിയോ ഒക്കെ പിടിച്ച് തരുന്നുണ്ട്. എൻ്റെ ഒരു പണി മനുഷ്യന് വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്ന് പിടിച്ച് തരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ച് തരുന്നുണ്ട്. അങ്ങനെ തേങ്ങ കലക്കി വയ്ക്കുകയാണ് കേട്ടോ. ഉള്ള ചൂട് വെള്ളം എടുത്ത് വെച്ചതാണ് അവിടെ. അതിനോട് തന്നെ ചൂടുവെള്ളം കൊണ്ടൊക്കെയാണ് നമ്മൾ കലക്കി വയ്ക്കുന്നത്. അതിനോട് നമുക്ക് പച്ചവെള്ളത്തിൻ്റെ ചൊയൊന്നും കറിക്ക് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇന്ന് നല്ലൊരു കുക്കറിൻ്റെ 3/4 ഭാഗം സാമ്പാർ ഉണ്ടാക്കിന്. ഇനി ഇത് പൊളിച്ചടുക്കും കേട്ടോ മക്കൾ, അത്രയ്ക്കും ഇഷ്ടമാണ് 2 ആൾക്കും.
അപ്പോൾ മീൻ കറീനെയും കാട്ടി എല്ലാവരും അബിക്ക് ഇഷ്ടം പച്ചക്കറി തന്നെയാണ് കേട്ടോ. ഓന് എരിവില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ സാമ്പാർ സെറ്റായി, കഷ്ണമൊക്കെ സൂപ്പറായിട്ട് വെന്തിന്. എന്താ പറയുക, സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിന്, എല്ലാം ആയിട്ടോ. മല്ലിച്ചപ്പൊക്കെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിന്, എല്ലാം സെറ്റായി. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ഇനിയും നല്ലോണം തിളച്ച് മറിഞ്ഞിട്ടൊന്ന് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കണം. വറവിട്ട് കൊടുക്കാൻ ഞാൻ എടുക്കണത് നമ്മളെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുളക് വാങ്ങിയിട്ടോ കുറച്ച്. ആ മുളക് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിന്. അപ്പം ഞാൻ അതിന്നൊരു 2-3 എടുത്തുകൊണ്ടുവന്ന് അത് വറവിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിന്. പിന്നെ നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല, എൻ്റെ വീടിൻ്റെ മുന്നിലുണ്ടായ ഒരു കുഞ്ഞ് കറിവേപ്പില മരം ഉണ്ട് കേട്ടോ. ആ മരത്തുമ്മത്തെ ഇലയാണ് ഞാൻ പറിച്ചു കൊണ്ടുവന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതാ ഞാൻ ആ കറിവേപ്പിൻ്റെ ഇല കഴുകി സെറ്റാക്കി വെച്ചിന്. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലൊരു കിടുക്കാച്ചി വറവന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സാമ്പാർ സെറ്റായിട്ടോ. അപ്പോൾ എൻ്റെ അബി പറയുന്നുണ്ട്, അമ്മ ഒന്ന് വേഗം ഉണ്ടാക്കുക, ചോറ് തിന്നാൻ സമയമായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഇത്രയും സമയമായില്ല, ഇനി ഇതും കൂടി ഒന്ന് ചെയ്താട്ടെ എന്ന് പറഞ്ഞേ. അങ്ങനെ അത് സെറ്റായി. മുളകൊക്കെ കളറ് മാറി നല്ല വറവായിട്ട് വന്നിന് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചീനച്ചട്ടീൻ്റെ കൈയൊക്കെ പോയതാട്ടോ. ഇതിനൊക്കെ കുറച്ച് വർഷം പഴക്കമുണ്ട് കേട്ടോ. അതുകൊണ്ട് കൈയും കാലൊന്നും ഒന്നിനും ഇല്ല. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. അപ്പം സാമ്പാറിന് കുറച്ച് അതിൻ്റെ ചാറെടുത്തിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് കറക്കി എടുക്കണ്ടേ, വെറുതെ കഴുകി ഒഴിവാക്കണ്ടല്ലോ. അപ്പോൾ ആ കറിയും കൂടി ഒന്ന് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുത്താൽ അതൊരു ടേസ്റ്റ് കേട്ടോ. ഇതെല്ലാ വീടുകളിലും പണ്ട് മുതലേ ഉള്ളൊരു ആചാരം പോലത്തെ ഒരു സംഭവമല്ല അതല്ലേ. കടുക് വറവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്ന് ഒരു കറി കുറച്ച് ഒഴിച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് ചുഴറ്റി ഒഴിക്കൽ ഒക്കെ പണ്ടേ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി വെക്കണൊക്കെ കാലം തൊട്ടേ വറവിടുന്ന കറിയാണെങ്കിൽ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യൂല കേട്ടോ. ഓരോ സമയത്തും ഓരോരു മൂടല്ലേ. അപ്പോൾ കറിയൊക്കെ ആയി കഴിഞ്ഞപ്പം കോപ്പയിലേക്ക് കുറച്ച് കറി ഉണ്ടാക്കി എടുത്ത് വെക്കുക കേട്ടോ. ചൂടാറട്ടെ വെച്ചിട്ട് എല്ലാവർക്കും ചോറ് തിന്നാനാകുമ്പോഴേക്കൊന്ന് ചൂടാറിക്കോട്ടെ. ചോറ് തിന്നാനൊക്കെ സമയമായി തുടങ്ങി, ഇനി താമസിപ്പിക്കണ്ടല്ലോ. ഇനി ചോറ് തിന്നിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് കഴുകുക പാത്രം എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു വേണ്ട, ഇനി പ്ലേറ്റ് എടുക്കണ്ട, നമുക്ക് ഇല മുറിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ 2-3 ഇല മുറിച്ചുകൊണ്ട് തോന്നുന്നു. ആ ഇല ഇട്ടിട്ടാണ് ഇന്നത്തെ സാമ്പാറും ചോറും തിന്നൽ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും വിളമ്പി കൊടുത്തിന്. പപ്പടം ഉണ്ട്, ഉപ്പേരിയുണ്ട്, സാമ്പാറും ചോറും ഉണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസം തന്നെയായിട്ടാണ് കേട്ടോ ഒന്ന്. അപ്പം ഞങ്ങളിങ്ങനെയൊന്നും ഉണ്ടാക്കലൊന്നുമില്ല, ഇന്നൊരു സ്പെഷ്യൽ ദിവസം തന്നെയാണ്. അപ്പോൾ സംഭവം രസമുണ്ട് എന്നൊക്കെ എൻ്റെ ചേട്ടൻ പറയണമെങ്കിൽ തന്നെ കൂട്ടി നോക്കട്ടെ ഞാൻ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല രസമുണ്ട് സാമ്പാർ പറഞ്ഞ്. എൻ്റെ ചേട്ടനും പറഞ്ഞിട്ടാ കുഴപ്പമില്ല നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല ചവച്ചിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ചോറൊക്കെ ഞാൻ അവിടെ വിളമ്പി വെച്ചിന്. അപ്പം മോന് കറി തികയാഞ്ഞപ്പം മോന് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഇമ്പളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോണത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.